അപ്പം ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഗബ്രി, ജാസ്മിൻ, ഋഷി, ഹൻസിബ ഇവർ 4 പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇരിക്കാം. അവരുടേത് നാളെ മാത്രമേ പറയുള്ളൂ. തൽക്കാലം ഇന്നത്തേക്ക് സേവായി. അതിനുശേഷം ഇവർ 4 പേരെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഋഷി, ഹൻസിബ ഇവർ രണ്ടാളും കൂടി സേവ് ആവുന്നുണ്ട്. ഹൻസിബയ്ക്ക് ഇപ്പോൾ ഔട്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹൻസിബ പോയാൽ പോട്ടെ, പുല്ല് അത്രയും നന്നായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ 2 പേര് സേവ് ആവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഗബ്രി, ജാസ്മിനാണ് വരുന്നത്. അതിനുശേഷം ഒരു കർട്ടൻ വലിച്ചിട്ട് എവിക്റ്റഡ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. ആരാന്നില്ല, ഇവരിൽ ആരോ ഒരാൾ എവിക്റ്റാണ്. ഒന്നുകിൽ ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ. ഒരു 100% ഗബ്രി തന്നെ ആയിരിക്കും. ജാസ്മിൻ ഏതായാലും ഔട്ടാൻ സാധ്യതയില്ല. വോട്ടിങ്ങിലും എല്ലാം ഗബ്രിക്കാണ് വോട്ട് കുറവ്. അപ്പം ജാസ്മിൻ തന്നെ ആയിരിക്കും. ജാസ്മിൻ അവിടെ നിന്ന് ആകെ തളർന്ന് കരഞ്ഞ അവസ്ഥയിലെല്ലാം ഉണ്ട്. ഇനി ഏതായാലും ഒരാൾ ഔട്ടാൽ അറിയാം ജാസ്മിൻ്റെ അടുത്ത ഗെയിം എങ്ങനെയായിരിക്കുന്നത്. ഗബ്രി ആവുന്നതിന് സാധ്യത. അല്ല ഇനിയിപ്പം സീക്രട്ട് റൂമിലോ അങ്ങനെ എന്തെങ്കിലും ആക്കുമെന്നും അറിയില്ല. അങ്ങനെയും കേൾക്കുന്നുണ്ട്, അത് കറക്റ്റ് അറിയില്ല, അതൊന്നും കൺഫേം അല്ല. പക്ഷേ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഗബ്രിക്ക് വോട്ട് അത്രയും കുറവാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായി. ഇനി എങ്ങനെയായാലും ഒരു ഡബിൾ എവിക്ഷനെങ്കിലും വേണം. അപ്പോൾ ഇന്നൊരാൾ പ്ലസ് നാളെ ഒരാൾ. ഇന്ന് ഗബ്രി, ചിലപ്പോൾ നാളെ അങ്ങനെയാണ് നോറ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗബ്രി തന്നെ ആകും. എന്തായാലും സീക്രട്ട് റൂമിന് ചാൻസ് വളരെ വളരെ കുറവാണ്. ഗബ്രി പോയാൽ ഇന്ന് ജാസ്മിൻ്റെ ഇന്നൊരു കരച്ചിലൊക്കെ കാണാം. ബാക്കി അതിന് ശേഷം നാളെ പഴയ പോലെ തന്നെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഗെയിമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഗെയിം കുറച്ചുകൂടി നല്ല രീതിയിൽ വരും. ഇത്രയും കാലം എന്ന് വെച്ചാൽ ഗബ്രി ഉള്ളതുകൊണ്ട് ഗബ്രീനെയും താങ്ങി നിൽക്കണം. ഇനിയിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗബ്രി ഔട്ടായ പിന്നെ കുഴപ്പമില്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ വരും. കുറച്ച് കോമഡി, അങ്ങനെ പല പല കാര്യങ്ങളും ജാസ്മിൻ്റെ അടുത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ കാത്തിരുന്ന് കാണാം. കുറേ പേർക്ക് സത്യം പറഞ്ഞ് ഇവർ 2 പേരും ഒരുമിച്ച് ഔട്ടാവുന്നുണ്ട്. പക്ഷേ എങ്ങനെയായാലും ജാസ്മിൻ ഔട്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഗബ്രി മാത്രമേ ഔട്ടാവൂ. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് രാത്രി നോക്കാം.